പുറത്തേക്ക് വരാൻ പോകുന്നു. ഏയ്, എന്താണിത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ അടുത്ത മാജിക്കിന് ഇത് ആവശ്യമുണ്ട്. പറയുന്ന കേക്ക്. ഈ മാജിക് പഠിക്കാൻ വേണ്ടി നീ ഒരുപാട് നാളെ കഷ്ടപ്പെട്ടത് എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചല്ലോ. അത് വിട്ടേക്ക്. ഇപ്പൊ എന്തിനാ ആന്റിയാണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? മാജിക് ആന്റിയാണ് ഇഷ്ടമെന്ന് കരുതി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ഒന്നും ശരിയായില്ല. ഹാബ്ര കിഡാബ്ര, ഞാൻ വിളിക്കുമ്പോ പുറത്തേക്ക് വരണം. വാ, പുറത്തേക്ക് വാ. ഏയ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ ടീനിയോടാണോ പുറത്തേക്ക് വരാൻ പറഞ്ഞത്? ഏയ്, ഒരു സെക്കൻഡ് നിന്നേ. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടി ഇതൊക്കെ പറഞ്ഞത്, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാവരുടെ അടുത്തും ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏയ് ഇങ്ങോട്ട് നോക്ക്. നിങ്ങളോടല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആയിരക്കണക്കിന് കോൺക്രീറ്റ് വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ മനോഹരമായിരിക്കും. എന്നെ വന്നൊന്ന് സഹായിക്കണേ. ഞാനിത് പ്രതീക്ഷിച്ച ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഡ്രസ്സൊക്കെ ജെന്റിൽമാൻ, എന്റെ ഫ്യൂച്ചറിന്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഞാൻ വലിയൊരു ഹോട്ടൽ കോംപ്ലക്സ് കെട്ടാൻ പോവുകയാണ്. ഇവിടെ വരുന്നവരൊക്കെ ആ ഹോട്ടലിൽ താമസിക്കാൻ കൊതിക്കും. ഇതുപോലൊരു ഹോട്ടൽ അവർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ് ഞാൻ ഇവിടെ കെട്ടാൻ പോകുന്നത്. ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇദ്ദേഹമാണ് ഓൾഡ് ലാൻഡ് ഓൺ ലെക്സ്ഫീൽഡ്. ഇയാളെ കാണാൻ തെരുവ് സർക്കസുകാരന്റെ കൂട്ടുണ്ടല്ലോ. അയാളുടെ മൊട്ടത്തല കണ്ടില്ലേ? ഞാനൊരു മജീഷ്യനാണ്. എന്നെ പറ്റി തെറ്റായിട്ടൊന്നും പറയാൻ പാടില്ല. ഇദ്ദേഹത്തിന്റെ തല എന്താ വലുതായിരിക്കുന്നത്? ഇദ്ദേഹത്തെ നമ്മുടെ ഹോട്ടലിൽ പെർഫോം ചെയ്യാൻ അനുവദിച്ചാൽ വളരെ നന്നായിരിക്കും. കാണികളൊക്കെ അമ്പരന്നു പോകും. കോടിക്കണക്കിന് പൈസയും ഉണ്ടാക്കാം. നമ്മുടെ ഹോട്ടൽ വളരെ പ്രശസ്തവുമാവും. വളരെ വലിയ സ്റ്റേജിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചെയ്യാൻ കഴിയുക. മനസ്സിലായോ? പറഞ്ഞ എല്ലാ കാര്യങ്ങൾ മര്യാദയ്ക്ക് പൂർത്തിയാക്കിയിട്ടില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ തല മാത്രം ആട്ടിക്കോ, ഒന്നും ചെയ്യരുത്. നിങ്ങൾ വിഷമിക്കേണ്ട സാർ, എല്ലാം ഭംഗിയായിട്ട് ഇവിടെ നടക്കും. നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ഭംഗിയായി ചെയ്ത് എനിക്ക് കാണിക്കുക. ഞാനിപ്പോ നിങ്ങളെ വെച്ചാണ് മാജിക് തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? കൊള്ളാം. സ്ട്രോയെ മറിക്കുന്നത് ഒരു ലോകാതിശയം തന്നെയാണ്. കമോൺ കമോൺ, വേഗമാകട്ടെ. ഓ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായി. ഓ, വിഷമിക്കണ്ട. ഇദ്ദേഹത്തിനെ ഞാൻ ബോക്സിനകത്ത് വെച്ച് മറിക്കാൻ പോവുകയാണ്. കമോൺ, പൊയ്ക്കോളൂ. എന്റെ മാജിക് എന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഇന്നും അതുപോലെ തന്നെയൊക്കെ സംഭവിക്കും. അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മാജിക്. അത് ഞാൻ എന്ത് മനോഹരമായി ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ നോക്കിക്കോണം. ഈ ബോക്സിനുള്ളിൽ പോയിരിക്കുന്ന അദ്ദേഹം മൊത്തത്തിൽ ഇപ്പൊ മറയുകയാണ്. അതാണ് ഇതിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം. നിങ്ങൾക്കിത് വിചിത്രമായി തോന്നും, പക്ഷെ എനിക്കിത് സാധാരണ കാര്യമാണ്. ദാ നോക്കിക്കോളൂ. ഇതിനുള്ളിലേക്ക് പോയ ആൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ദാ ഞാനും പോവുകയാണ്. 5 4 3 1 0. ആബ്രകടാബ്ര. ഇത്രയുള്ളോ? നിങ്ങൾ 0 എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഓ, അതൊന്നും കാര്യാക്കേണ്ടത്. അയാള് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതല്ലേ. അങ്ങനെ സംഭവിക്കാൻ തീരെ സാധ്യതയില്ല. നമുക്ക് വേറെ ജോലിയില്ലേ? മേഡം വിഷമിക്കേണ്ടത്. ഞാൻ ഇപ്പൊ തുറന്നു തരാം. അകത്താരാ? നിനക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോടെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? മിസ്സിസ് ഡിവോക്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും വന്നൊന്ന് സഹായിക്കേ. ഈ സ്ഥലം എവിടെയാണ്? ഒന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. എല്ലാരും എവിടെ പോയിരിക്കുക? ആരെയും കാണാനില്ലല്ലോ. ഇവിടെയുള്ള ഓഡിയൻസിനോട് ഞാൻ പറയുന്നു, ഇതൊരു പുതിയ ട്രിക്കാണ്. സൂക്ഷിച്ചു നോക്കിക്കോളൂ. ഹേയ്, എന്റെ ട്രിക്ക് മര്യാദയ്ക്ക് തിരിച്ചെത്താ. അതായത് എന്റെ മാജിക് കാർഡ്. ഏയ്, അവിടെ നിൽക്ക്. ഏയ്, ഓടരുത്. അവിടെ നിൽക്കാൻ. എന്റെ കാർഡ് തിരിച്ചു തരാൻ. ഹലോ, എനിക്ക് വഴി തെറ്റി. ആരെങ്കിലും എനിക്ക് കൃത്യമായിട്ടുള്ള വഴി കാണിച്ചതാ പ്ലീസ്. ഹലോ, ഇവിടെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറ. ഡൈനോസർ. ശരി, ഇതെന്താണ്? കാണാൻ മീനിന്റെ കൂട്ടുണ്ട്. കൈയെല്ലാം കടിച്ചു മുറിച്ചു.
ഒന്നുകൂടെ താമസിച്ചായിരുന്നു എന്റെ കിഡ്നി കടിച്ചു മുറിച്ചേനെ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മോശമായിട്ടുള്ള ദിവസം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. എന്തൊരു കഷ്ടപ്പാടായത്. ഓ എന്താ ഇത്? പെട്ടെന്ന് വരൂ, അല്ലെങ്കിൽ വലിയൊരു അപകടമായി മാറും. ഇത് മറ്റുള്ളവരെ മയക്കി തിന്നുന്ന അനക്കൊണ്ടയാണ്. അതിന്റെ ശക്തി ഹിപ്നോട്ടിസം ചെയ്ത് നിങ്ങളെ മയക്കി തിന്നാൻ നോക്കുമായിരുന്നു. എന്നെ രക്ഷിക്കാൻ വന്ന ആ കുരങ്ങിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ശരി, വിഷമിക്കണ്ട. അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അനക്കൊണ്ട പറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഓ എന്താ ഇത്? എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. എന്റെ കാർഡ് തിരിച്ചു തരാൻ. ഓടില്ലേ, നിക്ക് നിക്ക്, പറയുന്ന കേക്ക്. എന്താ ഇത്? വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ. ഇത് ഏത് വർഗത്തിൽപ്പെട്ട കുരങ്ങാണെന്ന് എന്നോടൊന്ന് പറ. ഇതിനെ കാണാൻ വളരെ ആശ്ചര്യമായിട്ടുണ്ടല്ലോ.